അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ചേട്ടായും പിള്ളേരുടെ കടയിൽ പോയപ്പോഴേ അങ്ങോട്ട് പോകണ വഴിക്ക് ചുമ്മാ ഒരു കാട് പോലെ ഇഷ്ടംപോലെ മുല്ലപ്പൂ കുത്തിപ്പോട്ട് കേട്ടോ. അങ്ങനെ ചേട്ടായി പറിച്ചുകൊണ്ട് വന്നിട്ട് മുല്ലപ്പൂ മൊട്ടും വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂരിയുടെയും ചപ്പാത്തിൻ്റെയും പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പോൾ പൂരിയും ഉണ്ടാക്കി കിഴങ്ങ് കറിയാണ് കേട്ടോ രാവിലെ. അപ്പോൾ ചേട്ടയുടെ കിഴങ്ങ് കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അവയ്ക്ക് പൂരി വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ പൂരിയും ചപ്പാത്തിയും കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു രാവിലെ കഴിക്കാൻ കേട്ടോ. ഇന്ന് ആർക്കും പോകണ്ട, ഇന്ന് ബക്രീദിൻ്റെ അവധിയാണ് ചേട്ടായിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെന്ന്. അപ്പോൾ കൂർക്ക നമ്മൾ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലിട്ട് ഉരച്ച് കഴുകി എടുത്തായിരുന്നേ. എന്നിട്ട് അത് ചുരണ്ടി എടുത്തു. ചാളമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടായി ഒരു വെറൈറ്റിയിലൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മിക്സിയിലൊക്കെ ഇട്ട് അരച്ചതിന് ശേഷം മീനൊക്കെ ഓരോ വരവുമൊക്കെ ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ എന്ത് വെറൈറ്റിയിലൊക്കെയാണെന്ന് ചേട്ടായി മീൻകറി ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ബേസിനൊക്കെ കഴിയും. അപ്പോഴേക്കും ചേട്ടായി കടയിൽ പോട്ടെന്നിട്ട് എനിക്ക് കമ്മൽ വാങ്ങിക്കൊണ്ട് തന്നേ. അപ്പോൾ എനിക്ക് ആ കമ്മലങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കമ്മൽ, ഡെയിലി യൂസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കങ്ങ് ഇഷ്ടമായി. അതാണ് ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ കൂർക്ക എടുത്ത് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ഞാൻ വേവിക്കാൻ വെച്ചേ. അപ്പം കൂർക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്ക് റൈസ് കുക്കറിൽ ഇരുന്ന ചോറൊക്കെ വെന്തു. അപ്പോൾ അത് വാർത്തിട്ടു. പിന്നെ കൂർക്ക അവിടെ ഇരുന്നുകൊണ്ട് വേവുന്നുണ്ട്. ചിലയിടത്ത് കൂർക്കാന്ന് പറയും, ചിലയിടത്ത് ചീവക്കിഴങ്ങെന്ന് പറയും. നമ്മളിപ്പോൾ ഇത് രണ്ടും പറയും കേട്ടോ. ചീവക്കിഴങ്ങെന്നും പറയും, കൂർക്കെന്നും പറയും കേട്ടോ. അപ്പോൾ ഒരിടത്ത് ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പിന്നെ കൂർക്ക നമുക്ക് ഒന്ന് വെന്ത് കിട്ടി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കീറിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളക് പൊടി ഇടാണ്ട് ഞാൻ കുറച്ച് വറുത്തെടുത്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കൂർക്ക ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി കൂർക്ക ഉരത്തെന്ന് പറഞ്ഞത്, പക്ഷേ എനിക്ക് കൂർക്ക ഉരത്തുന്നതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ കൂർക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. മക്കൾ 2 പേരും അവിടെ നിന്ന് കളിയാണ്. അപ്പോൾ ചേട്ടായി അവിടെ നിന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നാരങ്ങ ഒരെണ്ണം പകുതി മുറിച്ചിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നോർമൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തിളപ്പിച്ച് ആറി തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ന്യൂട്രിപ്രോ നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 3 ജാറുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ സ്ഥിരം നാരങ്ങാവെള്ളം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് ചെറിയ ജാറിലാണെങ്കിൽ ഞാൻ ഇതുപോലെ പൊടിക്കാനൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ 2 അതിൻ്റെ ബ്ലേഡുണ്ട്, ഒന്ന് വെറ്റും ഉണ്ട്, ഒന്ന് ഡ്രൈയും ഉണ്ട്. അപ്പോൾ ഡ്രൈയിൽ ഞാൻ എപ്പോഴും ചെറിയ ജാറിലിട്ട് പൊടിക്കാനൊക്കെ എടുക്കും. ഈ വെറ്റിനകത്ത് ഈ ജാറിട്ട് ഞാൻ എപ്പോഴും നാരങ്ങാവെള്ളം ഉണ്ടാക്കാനും എടുക്കും കേട്ടോ. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ ഇത് വാങ്ങിയതുകൊണ്ട്. അന്ന് ഞാൻ വാങ്ങിയപ്പോൾ 2000 രൂപയായിരുന്നു ഇതിന് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ടൊരു 3 വർഷമായി കേട്ടോ. അന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ. ഇന്നും അത് നല്ലതായിട്ട് എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഞ്ചിയും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല പാല് പോലെയുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഒരു പിഞ്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചൂട് സമയമായാൽ ഇവിടെ സ്ഥിരമായിട്ട് ഫ്രിഡ്ജിൽ നാരങ്ങ ഉണ്ടാവേ. എനിക്ക് വേറെ ജ്യൂസൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നാരങ്ങ വെള്ളം ആണ് കൂടുതൽ ഇഷ്ടം കുടിക്കാനാട്ടെ. അപ്പം ഞാൻ മിക്കപ്പോഴും ദാഹിക്കുമ്പോൾ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അങ്ങനത്തെ ചേട്ടയ്ക്കും കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കൂർക്ക മാറ്റി വെച്ചതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ തേങ്ങക്കൊത്തും ഇട്ടിട്ടില്ല, പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ 2ാമത്തെ ട്രിപ്പ് കൂർക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ ഒരു ബൗളിലേക്ക് വാരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൂർക്കയിൽ കുരുമുളക് പൊടി ഇട്ടതാണ് വീണ്ടും ഞാൻ വറക്കാൻ ഇട്ടേക്കണത്. അങ്ങനെ നമ്മുടെ കൂർക്ക അങ്ങനെ മൊത്തം ഫ്രൈ ചെയ്തെടുത്തു. എന്തായാലും ചേട്ടായി ഉണ്ടാക്കിയ മീൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കളും അപ്പോഴേക്കും കളി കഴിഞ്ഞെത്തി. പിന്നെ കൂർക്ക മെഴുക്കുവരട്ടിയും മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.